പോകുന്നു. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താണ്? കൊള്ളാം. വെയിൽ കൊള്ളാൻ പാടില്ല. അരമണിക്കൂർ കഴിയുമ്പോ മരുന്ന് കണ്ണിപ്പുരട്ടെ. ആ മരുന്ന് കുപ്പിക്ക് അടുത്ത് തന്നെ ഞാൻ ആഹാരം അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിക്കണം. കഴിക്കാമേ. എത്ര ഔൺസ് കഞ്ഞി കഴിക്കാം? ഇഷ്ടം പോലെ ആകാം. പിന്നെ ഞാൻ ഈ മുറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്നോട്ടെ? അരമണിക്കൂർ നടക്കാം. പക്ഷെ റോഡിൽ ഇറങ്ങാൻ പാടില്ല. ആ, ഒന്ന് വിട്ടുപോയി. ചേട്ടാ, മരുന്ന് പുരട്ടെ 10 മിനിറ്റെങ്കിലും കണ്ണടച്ചിരിക്കണം കേട്ടോ. വേഗം വരണേ. നീ നമ്മുടെ പാച്ചക്കുറിപ്പിനെ കൂടി ഇന്ന് കാണണം, മറന്നു പോകരുത്. അദ്ദേഹം ജോലി തരുമോ ചേട്ടാ? ഒരു കാര്യം, വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോ ടേ ടൂ എന്നൊന്നും കയറി പറയരുത്. വളരെ വിനയമായി പെരുമാറും. അത് കൊള്ളാം. എത്ര നാളായി കണ്ടിട്ട്? അല്ല ബാബു, ഇപ്പൊ ഏട്ടാണോ? എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗ്യം അവിടം വരെ എത്തിയതേ ഉള്ളൂ. അതിരിക്കട്ടെ, SP ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാനോ? ബർമേ. ഓഹോ, അവിടെയൊക്കെ ഉദ്യോഗം കിട്ടിയാൽ നല്ല ശമ്പളം കാണുമല്ലോ. ഉദ്യോഗമോ? കൊള്ളാം. അതിന് ഇവിടെയും അവിടെയും ദീനകരുണാകരനെ നടരാജ എന്ന മട്ട് തന്നെ. നടരാജനോ? അതെ, അത് തന്നെ, നടപ്പേ. ആട്ടെ, എത്ര കുട്ടികളായി? ഇതാര്? കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എവിടെന്ന്? 2 നില കെട്ടിടം, റേഡിയോ, മോട്ടോർ കാർ, എല്ലാം അപ്ഡേറ്റ്. പെണ്ണെങ്ങനെ? എവിടെ നിന്നാ? പെണ്ണ് 1-ാം തരം. നമ്മുടെ ഡാക്ടറുടെ മകൾ. ഡാക്ടറുടെ? അത് അത് സാരമില്ല, സ്വല്പം. ഏതായാലും നമുക്കൊരു ഉദ്യോഗമായല്ലോ. ഉദ്യോഗം എവിടെ? വീട്ടിൽ തന്നെ. ഭർത്താവോ? അത് കൊള്ളാം, നല്ല ഉദ്യോഗം. അപ്പോഴേ എനിക്ക് അത്യാവശ്യം ഒരിടത്ത് പോകണം. പിന്നെ കാണലാട്ടെ. പൂമാലയല്ലേ? അതെ. അന്ന് റോഡിൽ വെച്ച് എന്റെ ചേട്ടനെ അങ്ങ് രക്ഷിച്ചു. എന്നെ ഞാൻ ശകാരിച്ചു അല്ലേ? ചേട്ടനിപ്പോൾ എവിടെ? അത് പിന്നെ എന്നോട് വരാറില്ല, വീട്ടിൽ തന്നെ. അത് നന്നായി. എനിക്കൊരു പൂമാല വേണം. ഇതിലേത് വേണം? ഇഷ്ടമുള്ളത് തന്നാൽ മതി. ഇത് മുല്ലയാണ്. എന്താ വില? 4 അണ. അത്രേ ഉള്ളോ? ചില്ലറയില്ല. ചില്ലറ ചോദിച്ചില്ലല്ലോ. ഇതിരിക്കട്ടെ. വേണ്ട. ഞാൻ സന്തോഷമായി തന്നാൽ വാങ്ങുകയില്ലേ? ഒരാൾ വരുന്നുണ്ടാ നിനക്കൊന്ന് എഴുന്നേറ്റൂടെ? ഒരു തൊഴിലാളിണ്ടാ? ഇച്ചിരി അഹങ്കാരം കുറെ കൂടിപ്പോയി. അങ്ങനെ വൈദ്യവേന സഹിക്കുവയ്യാതിരുന്നു പോയതാണ്. വൈദ്യവേനക്കാരെ ഒന്നും ഇവിടെ ജോലിക്ക് വേണ്ടടാ. പൊയ്ക്കോ. എടാ, നിനക്ക് അസുഖമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടെ? വൈദ്യവേന തുടങ്ങിയിട്ട് കുറെ കാലമായോ? നല്ല വല്ല ഡാക്ടർമാരെയും ഉടനെ കാണിക്കണം കേട്ടോ. നിനക്ക് പണം വല്ലതും വേണമെങ്കിൽ ആകത്തെ ഒന്ന് വാങ്ങോ. അത് കൊള്ളാം. ഒരു ദിവസം എത്ര പേരെയാ സഹായിക്കുക? മണി, ഉദ്യോഗക്കാരൊക്കെ ശരിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വരും. കമലം, ആരോടെങ്കിലും ശുപാർശ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തിനെന്ന് വെറുതെ മെനക്കേട്. തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ ഞാനൊരു ഉദ്യോഗം തരാം. ഇത് എന്റെ അനന്തരവളാണ്. എടീ, നാളെ തൊട്ട് അമ്മണി നിന്നെ പാട്ട് പഠിപ്പിക്കും കേട്ടോ. അമ്മ, ചാർത്തണം. ദേവി പ്രസാദിക്കട്ടെ. അപ്പൊ നീ മറന്നില്ല. ഇത് എവിടുന്ന് മോനെ? പൂമാലയ്ക്കായി അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ലമ്മേ. ഭാഗ്യത്തിന് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് ഈ വീട് കാണിച്ചു കൊടുക്കാമായിരുന്നില്ലേ? പതിവായി കൊണ്ടുവന്നേനെയല്ലോ. അപ്പൊ എന്നും പൂമാല വേണോ? ഇക്കണക്കിന് അമ്മ ഒരു പൂക്കാരി ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കുന്ന മട്ടാണല്ലോ. മുറുക്ക് വേണം, മുറുക്ക്. നിന്റെ ചെവിയും കൊണ്ടുവാ, ഒരു മുറുക്കി ഞാൻ തരാം. ചേട്ടൻ എന്തിനാണ് ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത്? ചുമ്മാ ഇരുന്ന കൈയും കാലും ഒക്കെ തുരുമ്പെടുക്കില്ലേ?
മുറുക്കെവിടെ? ചേട്ടൻ ഉദ്ദേശം വെച്ച് കുത്തിക്കളയ്ക്കും. പള്ളി വേരും പൊട്ടും, ചെടി അങ്ങ് പട്ടും പോവും. കണ്ണു കാണാൻ വയ്യഞ്ഞിട്ടല്ലേ? ആ, ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ, ഞാൻ കുറുപ്പദ്ദേഹത്തിനെ കണ്ടു. ജോലി കിട്ടി. ആ, കിട്ടിയോ? കുറുപ്പദ്ദേഹത്തിന്റെ ഒരു കൊച്ചനുദ്രകൾ കൂടെ താമസമുണ്ട്. നാളെ മുതൽ ആ കുട്ടിയെ പാട്ട് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അത് നിനക്ക് പറ്റിയ ജോലിയാണ്. പൂമാല വിൽക്കുന്നതിന് തടസ്സവുമാകയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ കുറുപ്പ് എത്ര നല്ലവനാണ്. ജോലി കിട്ടിയ സന്തോഷം കൊണ്ടായിരിക്കും പെണ്ണ് മുറുക്കൊക്കെ വാങ്ങിയത്. ഇന്നൊരു നല്ല ദിവസമാണ് ചേട്ടാ. എല്ലാ മാലയും വിറ്റു. ഉദ്ദേശിച്ച് കൂടുതൽ പണവും കിട്ടി. എത്ര രൂപ കിട്ടി? പറയാം. അന്നൊരിക്കൽ ചേട്ടനെ കാറാപടത്തുനിന്ന് രക്ഷപ്പെടുത്തിയില്ലേ ഒരു പോലീസുകാരൻ? നമ്മ ദയവില്ലാതെ ശകാരിച്ച മനുഷ്യൻ അല്ലേ? അതെ അതെ, അദ്ദേഹത്തെ ഇന്ന് ഞാൻ കണ്ടു. നല്ല മനുഷ്യനാണ്. എന്റെ കയ്യിൽ നിന്നൊരു മാല വാങ്ങി. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 2 രൂപയുടെ ഒരു നോട്ട് തന്നു. അത് നീ വാങ്ങിയോ? വാങ്ങി. തെറ്റായിപ്പോയി. എപ്പോൾ അർഹതയില്ലാത്ത സഹായം കിട്ടുന്നു അപ്പോൾ ഭയപ്പെടണം. ഇനി കാണുമ്പോൾ നീ തിരിച്ചു കൊടുക്കണം. കൊടുക്കാം. അത്തരക്കാരെ പരിചയപ്പെടുന്നത് തന്നെ ആപത്താണ്. സൂക്ഷിക്കണം അനിയത്തി. ലോകം അങ്ങനെയാണ്.